ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന കുക്കിംഗ് ബ്ലോഗായിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റേ സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ആയിട്ടല്ല, എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാനൊരു കൊല്ലം മുമ്പ് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, എനിക്ക് സംഭവിച്ചു, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ് പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് തുടക്കക്കാരി ആയതാണ്, ഒരുപാട് ഫോൾട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ രീതിയിൽ ജീവിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ലൈഫ് 2 പിള്ളേരായി സെറ്റായിട്ട് സാധാരണ ലെവലിൽ ജീവിച്ചു വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് രണ്ടാമത്തെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഡെലിവറി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊച്ചിനെന്തോ ബ്രീത്തിങ് ഇഷ്യൂ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എൻ്റെ ഡെലിവറി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 2023 കുഴപ്പമില്ലാണ്ട്, 23 വരെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. 23 ഒരു ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് സാധാരണ പീരീഡ്സ് ആണ്. അതുപോലെ ജൂലൈയിൽ ഒരു 4-ാം തീയതി ആയപ്പോൾ പീരീഡ്സായി. അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നോർമലി നിൽക്കണ പോലെ തന്നെ പീരീഡ്സ് ഒരു 4 ദിവസം പോയി, അത് നിന്ന് ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 18-ാം തീയതി എന്നുവെച്ചാൽ ഇതൊക്കെ ഓർക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ മെമ്മറീസിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ വേറെ അച്ഛന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാനന്നൊരു അച്ഛന് ഇതുപോലെ വയ്യാണ്ടായിട്ട് ഞാൻ കുറച്ച് നാളായി വീട്ടിൽ പോയി നിന്നിട്ട്, അപ്പം വാവായിരുന്നു. അപ്പോൾ വാവിന് ഇപ്പോൾ ഇവിടെ അച്ഛന് സുഖമില്ലാത്തതാണ്, വാവിൻ്റെ ഒന്നും ചെയ്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്ന് ഞാൻ അന്ന് നിൽക്കണേണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്കും അതിൻ്റെ അവിടെ നിന്ന് വാവ് അത് കൂടി പിറ്റേ ദിവസം വന്ന് വീട്ടിൽ വന്ന് മോർണിംഗ് ഷിഫ്റ്റ് എനിക്ക് കയറായപ്പോൾ രാവിലെ ഇതുപോലെ തന്നെ 18-ാം തീയതി ആയപ്പോഴത്തേക്കും വീണ്ടും പീരീഡ്സ് ആണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ എനിക്കിപ്പോൾ രണ്ടാമത് ഡെലിവറി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതുപോലെ ഇടയ്ക്ക് മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അതായിരിക്കും, കുഴപ്പമില്ല, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതും 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതും നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു വീണ്ടും പീരീഡ്സാണ് ആ മാസം തന്നെ. അപ്പോൾ ഒരു 28-ാം തീയതി 27-ാം തീയതി ആ ഒരു ഡേറ്റിനാണ് തോന്നുന്നത് വീണ്ടും ആയി. അപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത്, ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞ് PCOD ആയിരിക്കും, ചിലപ്പോൾ PCODയുടെ തുടക്കമൊക്കെ ആയിരിക്കും, നീ എന്തായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട, നീ ഒരു ഗൈനക്കിനെ പോയി കാണാൻ പറഞ്ഞ എല്ലാവരും അതെ. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് ഞാൻ പറയുക, ഇങ്ങനെ 3 പ്രാവശ്യം മാസത്തിലായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് PCODയുടെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും, അപ്പോൾ നമുക്കൊന്ന് ഡോക്ടറെ പോയി കാണാം എന്ന് പറയുക. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്നാൽ നമുക്ക് പോവാം, സാധാരണ പീരീഡ്സിൻ്റെ ഇതല്ലേ, നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു ഗൈനക്കിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കടവന്ത്രയിലുള്ള അക്ഷയയിലെ ഡോക്ടറെയാണ് ചോദിച്ചത്. പ്രഭുവിനാണ് എൻ്റെ 2 ഡെലിവറി എൻ്റെ എല്ലാ കാര്യങ്ങളും, ഡെലിവറി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഡോക്ടറിനെയാണ് കണ്ടേക്കണത്. അതാണ് ഞാനപ്പോൾ ഇത് അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ജോലി സ്ഥലത്തുനിന്ന് വന്ന വഴി തന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ചേട്ടനെയും കൊണ്ട് ഞാൻ തൃപ്പൂണിത്തുറയിലുള്ള വർമ്മ ഹോസ്പിറ്റലിൽ പോണേണ്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞ് നല്ല ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് ഇതൊരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്താം എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ടെൻഷൻ വന്നു, എന്തായിരിക്കും അങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ചേട്ടനും എനിക്കും ടെൻഷനായി. അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ ടെസ്റ്റൊക്കെ നടത്തി നിൽക്കുമ്പോഴാണ് റിസൾട്ട് വന്നത്. വീക്കിലി പോസിറ്റീവാണെന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടെൻഷൻ, ഇത് എന്താണ്, നമുക്ക് ആകെ ടെൻഷൻ, ഇത് എന്ത് സംഭവം. അപ്പോൾ ഡോക്ടറിന്
ഒന്നില്ലെങ്കിൽ ബ്ലീഡിങ്ങിലൂടെ പോകണമായിരിക്കും, അല്ലെങ്കിൽ യൂട്രസിൽ എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അവിടെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കാനിങ്ങിൻ്റെ ടൈം അപ്പോൾ പുറത്താണ് ആ ടൈം കഴിഞ്ഞതെന്ന് വെച്ചാൽ 6:30-7 മണി കഴിഞ്ഞു ഇതൊരു സംഭവം നടക്കുമ്പോഴത്തേക്കും. അപ്പോൾ നാളെയാണ് സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞേക്കണം. അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ തീരുമാനിച്ച് എന്നാൽ DNCയും കാര്യങ്ങളും എല്ലാം അപ്പം തന്നെ പറയും. എന്നോട് പറയും അഡ്മിറ്റ് ആവണം, നിങ്ങൾ വീട്ടിൽ പോരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് അടുത്തുള്ള, അപ്പോൾ കൊച്ചിന് 2 വയസ്സാകണേ ഉള്ളൂ, 2 വയസ്സ്. അപ്പോൾ കൊച്ചിനെ മാറി നിൽക്കാൻ പറ്റില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി വരാമെന്ന് പറഞ്ഞ് ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ എൻ്റെ റിസ്കിൽ തന്നെ വിടുക, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അപ്പം അതൊന്ന് അഡ്മിറ്റ് ആവണമെന്നും പറഞ്ഞിട്ട്. അപ്പം നാളെ എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് DNC ചെയ്യാമെന്നും പറഞ്ഞു അത്രയും ഫിക്സാക്കി വെച്ചേക്കും. അങ്ങനെ ഞങ്ങൾ അതും പറഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും വീട്ടിലെ അച്ഛനും അമ്മക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ, എന്തിനാണ് വന്നേന്നൊക്കെ ചോദിച്ചുകൊണ്ട്. കൊച്ചിൻ്റെ കാര്യം ഒരു ദിവസം പോട്ടെ, അവനിങ്ങനെ ഉറങ്ങാനും പാല് കുടിക്കണൊക്കെ ഉള്ളൂ, തൊട്ടി കിടത്തി ഉറക്കാം, ഈ നൈറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് ചേട്ടൻ്റെ ചേച്ചീനെ വിളിച്ചു വരുത്തി ഒരു 9:30-10 മണിയപ്പോൾ അവിടെ പോയി അഡ്മിറ്റായി. ഞാനും ചേച്ചി അന്ന് അവിടെ അഡ്മിറ്റാവണേ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴത്തേക്കും സ്കാൻ ചെയ്ത് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ റിസൾട്ടായി ഡോക്ടറെ കാണിച്ച്. അപ്പോഴത്തേക്കുമാണ് അടുത്ത ടെൻഷൻ വന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേറൊരു ടെസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ കുറച്ച് ലെങ്തിയായി ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോകളായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അടുത്ത ഭാഗം ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയാം. ഞാൻ ലെങ്തായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത ഭാഗം എന്താണെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട്, ഞാൻ ഒന്നുകൂടി പറയണതാണ്, എൻ്റെ ചാനൽ കണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.